ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. വൃന്ദാവനത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രാധാരമൺജി ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ക്ഷേത്രം വ്യത്യസ്തമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വൃന്ദാവനത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ കൂടെ, ശ്രീകൃഷ്ണന്റെ കൂടെ രാധാദേവി ഉണ്ടാവും. രാധാസമേതനായിട്ടുള്ള കൃഷ്ണനെ ആയിരിക്കും നമുക്ക് കാണാനായി സാധിക്കുക. പക്ഷേ ഈ രാധാരമൺജി ക്ഷേത്രത്തിൽ ഭഗവാന്റെ കൂടെ രാധാറാണി ഇല്ല. പക്ഷേ ഭഗവാന്റെ പേരിൻ്റെ അർത്ഥം തന്നെ, രാധാരമൺജി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ രാധയെ സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ്. അതായത് ഈ ക്ഷേത്രത്തിൽ രാധാദേവിയെയും കൃഷ്ണനെയും നമുക്ക് ഒരേ ഭാവത്തിൽ, അതായത് ഒരു വിഗ്രഹത്തിലാണ് കാണാനായി സാധിക്കുക. അവർ രണ്ടുപേരും ഒന്നായിട്ടാണ് പ്രത്യക്ഷമാകുന്നത്. പിന്നെ രാധാറാണിയുടെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കിരീടത്തിൻ്റെ ഭാവമായിട്ട്, കിരീടത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അറിയാനായി സാധിക്കും. അപ്പോൾ ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള വൃന്ദാവനത്തിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ രാധാരമൺജി ക്ഷേത്രം എന്ന് പറയുന്നത്. 450 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ രാധാരമൺജി ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത് 1542 ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഫോളോവറായിട്ടുള്ള ശ്രീ ഗോപാല ഭട്ടസ്വാമിയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഭഗവാൻ സ്വയംഭൂ ആണ്. അപ്പോൾ ഈ ഭഗവാന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീ ഗോപാല ഭട്ടസ്വാമി പൂജിച്ചുകൊണ്ടിരുന്നത് സാളഗ്രാമത്തിനെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഭക്തൻ വന്ന് കുറേ ഭഗവാന് വേണ്ടിയിട്ടുള്ള കുറേ ഉടുപ്പുകളും ആഭരണങ്ങളും ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പൂജിക്കുന്നത് സാളഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ഭക്തൻ സമ്മാനിച്ചതായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒന്നും ഭഗവാന് ചാർത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം സാളഗ്രാമത്തിന് കൈയും കാലും കണ്ണും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് മനോവിഷമം ഉണ്ടാവും, ഇദ്ദേഹത്തിന് ഇതൊന്നും ഭഗവാനെ ആരാധിക്കാൻ സാധിക്കാൻ പറ്റാത്തതിന്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം കണ്ട് ഒരു ദിവസം, ഒരു നരസിംഹ ജയന്തി ദിവസം, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാളഗ്രാമം ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതാണ് പിന്നീട് രാധാരമൺജി ആയിട്ട് നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ പോയി നമുക്ക് രാധാരമൺജിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഭഗവാൻ ആ സാളഗ്രാമ വിഗ്രഹമാണ്. പിന്നീട് ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൽ അഖണ്ഡ ജ്യോതി ഉണ്ട്. അതായത് ഗോപാല ഭട്ടസ്വാമി സ്ഥാപിച്ച സമയം മുതലേ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് നമുക്ക് ഇപ്പോൾ ചെന്നാലും അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാനായി സാധിക്കും. അതാണ് അഖണ്ഡ ജ്യോതി. ഈ ക്ഷേത്രത്തിലെ ശൃംഗാര ദർശനവും സന്ധ്യ ആരതിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ വളരെയധികം ഒരു ശാന്തിയും സമാധാനവും പരമാനന്ദവും ഒക്കെ അനുഭവിക്കാനായി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആ രാധാദേവിയുടെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.